സർക്കാരിന് കള്ളിനേക്കാൾ താല്പര്യം വിദേശ മദ്യമെന്ന് CPI പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം. കള്ള് വ്യവസായത്തെക്കാൾ സർക്കാർ താല്പര്യം കാണിക്കുന്നത് വിദേശ മദ്യ കച്ചവടത്തിലാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സർക്കാരിൻ്റെ മുൻഗണനാ ക്രമങ്ങളിൽ പാളിച്ചയുണ്ടെന്നും കുറ്റപ്പെടുത്തൽ. ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീജിത്ത്. SKN CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം ഇവിടെ പതാക ഉയരും. പതാക ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം അല്പസമയത്തിന് ആരംഭിക്കും. അതിനു മുമ്പ് ദീപശിഖ പ്രയാണമാണ് ഇവിടേക്ക് വരുന്നത്. ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. സർക്കാരിന് മുൻഗണനാ ക്രമങ്ങളിൽ പാളിച്ചയുണ്ട് എന്ന ഗൗരവതരമായ വിമർശനമാണ് CPIയുടെ പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതായത് അടിസ്ഥാന വിഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ആ മുൻഗണനാ ക്രമങ്ങളിലുണ്ടായ പാളിച്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായത് എന്നാണ് പ്രവർത്തന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ സാധാരണ കള്ളിയത്ത് തൊഴിലാളികളും മറ്റും പണിയെടുക്കുന്ന മേഖലയായ കള്ളിയത്ത് വ്യവസായത്തെക്കാൾ സർക്കാരിന് താല്പര്യം വിദേശമദ്യ കച്ചവടത്തോടാണ് എന്ന വിമർശനവും ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് ഇതിലുള്ളത്. ഈ സർക്കാരിൻ്റെ മുൻഗണനാക്രമങ്ങൾ മാറിയില്ലെങ്കിൽ അടുത്ത ഇടതുമുന്നണിയുടെ അണികൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുന്ന സ്ഥിതി ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതോടെ കേരളത്തിൽ BJP ഉണ്ടാക്കുന്ന വളർച്ച അതിനെ ഗൗരവത്തോടെ കാണണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPയുടെ വോട്ട് ഷെയർ അടക്കം വർദ്ധിച്ച കാര്യത്തെ ഗൗരവത്തോടെ സമീപിക്കണമെന്നാണ് CPIയുടെ രാഷ്ട്രീയ റിപ്പോർട്ടും ആവശ്യപ്പെടുന്നത്.